ഈ വീഡിയോ ആരെങ്കിലും ഇടിച്ചു താഴ്ത്താനോ പരിഹസിക്കാനോ വേണ്ടിയുള്ളതല്ല. ഞാൻ എന്റെ പച്ചയ ഭാഷ സംസാരിച്ചോട്ടെ. കീറി അവനോട് അന്തസ്സായിട്ട് പറയണം, നീ അന്തസ്സായിട്ട് ഗെയിം കളിക്കും. വല്ല പെൺപിള്ളേരെ പാവാടത്തി പിടിച്ചോണ്ട് കിടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറ. ആ നായിന്റെ മോളോ. ജാസ്മിന്റെ ഫാദർ ജാഫർ എന്ന് പറഞ്ഞ ആള് സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റുമായി നടത്തിയിട്ടുള്ള സംഭാഷണത്തെ കുറിച്ചാണ് ഞാനെന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ബിഗ് ബോസ് സീസൺ 6 ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ പേഴ്സണെ കുറിച്ചാണ്. യെസ്, ജാസ്മിൻ ജാഫർ ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താണ് റീസൺ എന്നുള്ളത്. ഡേ 1 മുതൽ നമ്മൾ ജാസ്മിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു കോംബോയിലൂടെ ആയിട്ടാണ്. ജാസ്മിൻ ചെന്ന ഉടനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് ഗബ്രി. അപ്പൊ അവർക്കൊരു ബ്യൂട്ടിഫുൾ പേര് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നു, ജാസ്മിൻ പ്ലസ് ഗബ്രി. ജബ്രി എന്നാണ് അവരെല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ജബ്രികൾ എന്നാണ് അവർ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും ഗബ്രി എവിക്റ്റ് ആയി, ജാസ്മിൻ സിംഗിൾ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടെ ജാസ്മിൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗബ്രിയുടെ കൂടെയുള്ള ഒരു കോമ്പിനേഷന്റെ ന്യൂസ് ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ നിന്ന് കളയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അതുകൊണ്ട് തന്നെ ജാസ്മിൻ ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ക്യാരക്ടറായി. ഗബ്രി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ കൂടെ ഗബ്രിയുടെ ചില ഓർമ്മകളെല്ലാം കീപ്പ് ചെയ്തുകൊണ്ടാണ് ജാസ്മിൻ ഇപ്പോഴും ജീവിക്കുന്നത്. ഗബ്രിയുടെ ഫോട്ടോ, അതുപോലെ തന്നെ അവൻ കൊടുത്ത മാല, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ജാസ്മിന്റെ പേരൻസ് റൂമിനകത്തേക്ക്, അതായത് ഹൗസിനകത്തേക്ക് ചെന്ന സമയത്ത് അതെല്ലാം അവളുടെ അടുത്ത് നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം അവൾക്ക് എപ്പോൾ സങ്കടം ഉണ്ടാവുമ്പോഴും എപ്പോൾ പ്രയാസം വരുന്ന സമയത്തൊക്കെ ആ ഫോട്ടോയിൽ നോക്കിയിട്ടാണ് അവൾ കരയുക, അത് കെട്ടിപ്പിടിച്ചിട്ടാണ് അവൾ ഉറങ്ങാറിക്കുള്ളത്. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അവൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇന്റൻസ് റിലേഷൻഷിപ്പ് വിത്ത് ഗബ്രി, അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജാസ്മിന്റെ ഫാദർ ജാഫർ എന്ന് പറഞ്ഞ ആള് സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റുമായി നടത്തിയിട്ടുള്ള സംഭാഷണത്തെ കുറിച്ചാണ്. അപ്പൊ സീക്രട്ട് ഏജന്റ്, അതായത് സായി കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പോയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ വൈൽഡ് കാർഡ് എൻട്രി ആയി പോകുന്നതിന് മുന്നേ ബിഗ് ബോസിനെ അടപടലം വിമർശിച്ചിരുന്ന ഒരാളാണ്. ഗബ്രിനെയും അതുപോലെ തന്നെ ജാസ്മിന്റെ കോമ്പിനേഷനും ഒരുപാട് ഡ്രാസ്റ്റിക് ആയിട്ട് വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഇയാൾ. ആര്? നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ബിഗ് ബോസിനകത്തേക്ക് ചെന്ന സമയത്ത് സീക്രട്ട് ഏജന്റ് പുറത്തുള്ള ചില കാര്യങ്ങൾ ജാസ്മിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തുണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം ജാസ്മിന്റെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചതിൽ ബിഗ് ബോസ് അതിന്റെ പ്രശ്നങ്ങൾ അറിയിക്കുകയും സായിക്ക് ഒരു വാർണിംഗ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് പറയരുത് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ നമ്മളന്ന് വിചാരിച്ചത് പുറത്തു നിന്ന് ഇത്രയും ജാസ്മിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആള് അകത്ത് ചെന്ന് ഗെയിം മാറിയോ, ജാസ്മിന്റെ ടീമിലായോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു. പക്ഷേ അതിന്റെ റിയൽ റീസൺ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഇനി ഈ റീസൺ കൊണ്ട് തന്നെയാണോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ജാസ്മിന്റെ ഫാദറും സായി കൃഷ്ണനും തമ്മിലുള്ള ഒരു സീക്രട്ട് ഓഡിയോ ലീക്ക് ആയിട്ടുണ്ട്. അതിന്റെ കുറച്ച് ഭാഗം നമുക്ക് കേട്ടിട്ട് വരാം. പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പച്ചയ ഭാഷ സംസാരിച്ചോട്ടെ. കീറി അവനോട് അന്തസ്സായിട്ട് പറയണം, നീ അന്തസ്സായിട്ട് ഗെയിം കളിക്കും. വല്ല പെൺപിള്ളേരെ പാവാടത്തി പിടിച്ചോണ്ട് കിടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറ. ആ നായിന്റെ മോളോ. അങ്ങനെ ഒന്ന് പറയാമോ? എന്റെ മോളെ പറയണം, നല്ല അന്തസ്സായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഗെയിം കളിച്ച് ജയിക്കാൻ പറ, പ്രേമിച്ച് ജയിക്കാതെ ഗെയിം കളിച്ച്. അല്ല, ഞാനിതിനകത്ത് കണ്ടസ്റ്റന്റ് ആയി കയറുമ്പോ ഞാനെന്താണെങ്കിലും ഇതിന്റെ ഒരു ഗെയിം ഉണ്ടാവില്ല. ഇപ്പൊ അതന്നെ ആ കാര്യം അതെന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും, അത് ഉറപ്പാണ്. എങ്ങനെയെങ്കിലും മോന് ഇപ്പൊ എന്റെ മകൾ ജയിക്കണമെന്നോ അല്ലെ ഇതൊന്നും എനിക്കില്ല. പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോമ്പോയിൽ നിന്ന് ഒന്ന് ഞാൻ കാല് പിടിച്ച് പറയാ, ഞാനൊരു വാപ്പാടെ സ്ഥാനത്ത് നിന്ന് പറയാ, അവന്റെ ആ കോമ്പോയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മാറ്റിത്തരാമെങ്കിൽ കൂടി പറ്റുമെങ്കിൽ. ഓക്കെ. അപ്പൊ ഈ ഒരു ഓഡിയോ നിങ്ങൾ കേട്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതിൽ പറഞ്ഞത് മൊത്തം അവരുടെ ഒരു കോമ്പിനേഷൻ ബ്രേക്ക് ചെയ്യണം. ആരുടെ? സ്വന്തം മോളുടെയും അതുപോലെ തന്നെ ഗബ്രിയുടെയും കോമ്പിനേഷൻ ബ്രേക്ക് ചെയ്യണം. അവരുടെ കോംബോ ബ്രേക്ക് ചെയ്യണം. ഗബ്രിനെ വളരെ മോശമായ രീതിയിലൊക്കെയാണ് അദ്ദേഹം വാക്കുകൾ പ്രയോഗിക്കുന്നത്. ആര്? ജാസ്മിന്റെ ഫാദർ പാവാട പിടിച്ചു നടക്കുന്നു എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ അതുപോലെ എന്തൊക്കെയാ അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത്രയ്ക്കും ഇഷ്ടമില്ലാത്ത ഒരാളാണ് തൻ്റെ മോളുടെ കൂടെ കോമ്പിനേഷൻ കളിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പൊ എന്റെ സായി കൃഷ്ണ, നീ എങ്ങനെയെങ്കിലും അകത്ത് പോയിട്ട് അവരുടെ ആ ഒരു കോമ്പിനേഷൻ ബ്രേക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ ഒരു ഓഡിയോ ഇത്രയും കാലം സീക്രട്ടായിട്ട് പുറത്തൊന്നും വരാതെ നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഇത് പുറത്തു വരാനുണ്ടായ ഒരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സായിന്റെ
വൈഫ് സ്നേഹ എന്ന് പറഞ്ഞ ലേഡി, അപ്പം സായിന്റെ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഹാൻഡിൽ ചെയ്യുന്നത് സ്നേഹയാണ്, അതായത് സായി കൃഷ്ണന്റെ സീക്രട്ട് ഏജന്റിന്റെ വൈഫാണ്. അപ്പൊ സ്നേഹ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ ഒരു ഓഡിയോ ഒന്നും ഇല്ല, ഉണ്ടെങ്കിൽ പുറത്ത് കാണിക്കൂ, തെളിവ് കൊണ്ടുവരുമോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഓഡിയോ ഫൈനലി അത് പുറത്ത് വിട്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു ഓഡിയോക്കകത്ത് ഭയങ്കര അബ്യൂസീവായിട്ടാണ് നമ്മുടെ ഗബ്രീനെ കുറിച്ച് പറയുന്നതും അദ്ദേഹം, അതായത് ജാസ്മിന്റെ ഫാദർ അത്രയ്ക്കും ഡിസപ്പോയിന്റഡ് ആണ് അവരുടെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി അത് അങ്ങനെ തന്നെയായിരിക്കും. കാരണം ഓൾറെഡി എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു കുട്ടി ബിഗ് ബോസിനകത്തേക്ക് പോയിട്ട് വേറൊരാളുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു, എന്നിട്ട് അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഈ അതായത് ജാസ്മിൻ ഒരു റിലേഷൻ ബിൽഡ് ചെയ്തിരുന്ന പുറത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞുള്ള ആളൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ പേരൊന്നും ഞാൻ ഇപ്പൊ എടുത്ത് പറയുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ഹിം ടു ബ്രിങ് അഗൈൻ ഇൻ ടു ദ ലൈം ലൈറ്റ്. അപ്പം ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്നേഹ ഈ വീഡിയോ പുറത്തു വരാൻ അല്ലെങ്കിൽ ഓഡിയോ പുറത്തു വരാനുണ്ടായ റീസൺ നമ്മുടെ സ്നേഹക്കുട്ടിയാണ്. അപ്പൊ സ്നേഹക്കുട്ടി എന്താണ് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം. ശേഷം നമുക്ക് തിരിച്ചു വരാം. സായിയും ജാഫർക്കും തമ്മിൽ ഭയങ്കര എന്താ പറയാ ഫോൺ വിളിച്ചതാണ്. ആ 45 മിനിറ്റ് ഫോൺ ധരിക്കുമുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. വരട്ടെ, പുറത്ത് വരട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാ സാധനം വരുന്നുണ്ടെങ്കിലൊക്കെ പ്രൂഫായിട്ട് വരിക. പ്രൂഫ് ഇല്ലാതെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിക്കിപ്പോ പറഞ്ഞൂടെ, എന്നാ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഇവര് 10 മിനിറ്റ് സംസാരിച്ചു, അവര് 5 മിനിറ്റ് സംസാരിച്ചോണ്ട് എനിക്ക് എന്തെങ്കിലും പറഞ്ഞൂടെ? അതിന് സത്യാവസ്ഥ പ്രൂഫ് ഉണ്ടെങ്കിൽ പുറത്ത് വിടുക, അത്ര തന്നെ ഉള്ളൂ. പറയുന്നത് സായിന്റെ എന്തായാലും എന്റെ അറിവില് സായിന്റെ കുടുംബമല്ല ജാഫർക്ക കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇനി എന്റെ അറിവില് സായിന്റെ അമ്മായിയുടെ മോളൊന്നുമല്ല, അമ്മാവന്റെ മോളും അല്ല ജാസ്മിൻ. അപ്പോൾ സ്വന്തം കപ്പ് നേടാതെ സായി എന്തിന് ജാസ്മിന് കപ്പ് മേടിച്ച് കൊടുക്കാൻ വേണ്ടി പോകും? അത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ അലിഗേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. വെറുതെ ഇട്ടിട്ട് കമന്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. സ്നേഹ ഈ വീഡിയോയിൽ വെല്ലുവിളിക്കുന്ന നിങ്ങൾ കേട്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ, എന്താണെന്ന് നമുക്ക് കേൾക്കണം. എന്താ പറയാ, ഈ ജാസ്മിൻ എന്ന് പറയുന്നത് സായിന്റെ അമ്മായിയുടെ മോളൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ആരാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. എനിവേയ്സ് ഇങ്ങനെയൊക്കെയാണ് കഥകള്. അപ്പോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഞാനിത് പറയുന്നത് ജനറൽ പബ്ലിക്കാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പം ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ പുറത്തു വരും, ഗബ്രിയുടെയും ജാസ്മിന്റെയും സ്നേഹം പുഷ്പിക്കും, പഴയ പോലെ തന്നെ അവർ ഒന്നിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് ഉള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഓൾറെഡി ജാസ്മിന്റെ ഫാദർ ഡിസപ്പോയിന്റഡ് ആണ്. ഗബ്രീന്റെ കോമ്പിനേഷൻ അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമില്ല എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അവരുടെ ഒരു റീയൂണിയൻ ഫാമിലി വഴി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജാസ്മിൻ അത്രയ്ക്കും കൺവിൻസ് ചെയ്ത് പെർsuade ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അറ്റ് ദ ഫസ്റ്റ് ഗ്ലാൻസ് ആ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും ജാസ്മിന്റെ ഫാദറിന് ഇഷ്ടമല്ല. പിന്നെ ജാസ്മിന്റെ ഫാദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില ഫുഡ് പ്രിന്റ്സിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പൊതുവെ ഒരു ഹൈപ്പർ ആങ്കർ ഉള്ള ഒരാളാണ്, നല്ല ദേഷ്യമുള്ള ഒരാളാണ്, നന്നായിട്ട് പ്രതികരിക്കുന്ന ആളാണ്, വാശിയുള്ള ആളാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് എൻ്റെ അതേ സ്വഭാവമാണ് എൻ്റെ ഫാദറിന്റെ സ്വഭാവമാണ് എനിക്ക് കിട്ടിയുള്ളതെന്നൊക്കെ ജാസ്മിൻ ബിഗ് ബോസിൽ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ എന്തായാലും ഈ കല്യാണം അല്ലെങ്കിൽ അവരുടെ റീയൂണിയനോ നടക്കാൻ പോകുന്നില്ല എന്നാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാത്തതായിട്ട് നമ്മൾ അറിയാത്തതായിട്ട് ബിഗ് ബോസിന് പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ജസ്റ്റ് ഈ ഒരു കുഞ്ഞു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ദയവായി നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇടരുത്. ഞാൻ ജാസ്മിനോ അതല്ലെങ്കിൽ ഗബ്രിക്കോ ജാസ്മിന്റെ ഫാദറിനോ സായിക്കോ സ്നേഹക്കോ ആർക്കും എതിരല്ല. ഞാൻ അറിഞ്ഞൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് താഴെ കമന്റ് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.